ഒരു മലയാളി കണ്ടെത്തിയ ഈ വിഭവമാണ് ഇന്ന് ഇന്തോനേഷ്യയിലെ ഏറ്റവും ഫേമസ് ആയ പരമ്പരാഗത വിഭവം എന്ന് നിങ്ങൾക്കറിയാമോ? ആ വിഭവത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായി നമ്മൾ ഇന്ന് ഫ്ലൈറ്റ് പിടിച്ച് നേരെ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മെട്രോ സിറ്റിയായ ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലേക്കാണ്, മർത്തബാഗ് ഹറിലേക്ക്. നമുക്ക് വേണ്ടി ഇന്ന് ആ വിഭവം ഉണ്ടാക്കി തരുന്നത് കണ്ണൂരുകാരനായിട്ടുള്ള അഭിജിത്ത് ബ്രോയാണ്. നമ്മുടെ പൊറോട്ടയോട് സാമ്യമുള്ള എന്നാൽ പൊറോട്ടയല്ലാത്ത ഇന്നാട്ടുകാരുടെ വായിൽ വെള്ളമൊഴുക്കുന്ന ഒരു വിഭവം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് 40കളിൽ ഇവിടേക്ക് എത്തിച്ചേർന്ന കച്ചവടക്കാരനായിട്ടുള്ള ഹാജി അബ്ദുൾ റസാഖ് എന്ന മലയാളിയുടെ മനസ്സിലുദിച്ച ഒരു ആശയമായിരുന്നു ഇവിടുത്തെ ആളുകളുടെ മനസ്സ് കീഴടക്കിയ ഈ വിഭവം. വീശി അടിച്ചെടുത്ത പൊറോട്ട മാവിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് അത് എണ്ണയിൽ പൊരിച്ചെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മർത്തബാഗ് ഹറിൻ്റെ ആദ്യത്തെ വിഭവം തയ്യാറാകും. ചൂടോടെ ചെറു പീസുകളായി മുറിച്ചെടുക്കുന്ന ഇവനെ മുക്കിക്കഴിക്കാനായി ബീഫും ഉരുളക്കിഴങ്ങും പിന്നെ മലബാറിൻ്റെ ചില പ്രത്യേക മസാലക്കൂട്ടുകളും ചേർത്ത ഒരു കറി കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ യഥാർത്ഥമായ മർത്തബാഗ് ഹർ റെഡി. ഇന്തോനേഷ്യക്കാർ നെഞ്ചോട് ചേർത്ത് വെച്ച ഈ വിഭവം ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടൽ കടന്നെത്തിയിരിക്കുന്നു. ഗൾഫ് നാടുകളിൽ ഇവൻ്റെ പല വകഭേദങ്ങൾ നമുക്ക് കഴിക്കാൻ കിട്ടും. മലയാളിയുടെ മനസ്സിൽ വിരിഞ്ഞ് ഇന്തോനേഷ്യയുടെ മനം കവർന്ന ഒരു വിഭവം.